ശരണ്യ ഇന്നെന്താണ് പച്ചക്കറിയൊക്കെ ആയിട്ട്? ഇന്ന് പച്ചക്കറിയാണ്. സാമ്പാറും അവിയലും പിന്നെ നമ്മുടെ പാവക്ക വറുക്കാൻ. ഇന്ന് അങ്ങനെ പച്ചക്കറിയുടെ പരിപാടിയാണ് ശരണ്യ ചെയ്യുന്നത്. വേറൊന്നും ഇല്ല ഇന്നല്ലാതെ. പിന്നെ ഊപ്പറി മത്തിയ. അപ്പൊ ഇന്ന് അടിച്ചു പൊളിച്ചല്ല. എന്നിട്ട് എന്താണ് വീഡിയോയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരോട്. ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ വെക്കാൻ പോകുന്ന സാമ്പാറും അവിയലും പാവക്ക മെഴുക്കോട്ടി മീൻ വറുത്തതും. അപ്പൊ ഇതൊക്കെ നമ്മളെപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണല്ലേ ഓരോന്നായിട്ട്. പക്ഷെ ഇന്ന് ശരണ്യ ചെയ്യുന്ന പാചകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കാണിക്കുന്നു. അപ്പൊ എന്നാ അത് പൊക്കിക്കൊണ്ട് പൊക്കോ. പൊങ്ങുന്നില്ല അല്ലേ? ആണല്ലേ? അവിടെ നിന്നെടുത്ത് അടുത്തടുത്തായിട്ട് കൊണ്ടുപോയി വെച്ച് അതിൻ്റെ അകത്ത് മല്ലിയിലയൊക്കെ ഉണ്ട് കേട്ടാ. മല്ലിയിലുണ്ട് അല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരണ്യ കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്ത. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം. ഇന്ന് അമ്മമ്മകളും കൂടിയാണല്ലോ പാചകത്തിന്. സദ്യയാണോ? ശരണ്യ എന്താ, എനിക്കൊരു അത്യാവശ്യം ഒരു സാധനം കൂടി സദ്യയിൽ നിർബന്ധമാണ്. രസം വേണം. ശരണ്യ രസപ്പൊടി കൊണ്ടല്ലല്ലോ ശരണ്യ രസം വെക്കുന്നത്. എനിക്ക് ഇച്ചിരി രസം കൂടി വേണം. രസം പിന്നെ എന്നാക്കെയാണ് ശരണ്യ പൊടിയില്ലാതെ രസം വെക്കണം? കുക്കർ ഒന്നും സമ്മതിക്കുന്നില്ല. പിന്നെ കുരുമുളക് പൊടി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടി തക്കാളി ശരണ്യനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുന്നില്ല കുക്കർ. പരിപ്പടുപ്പായിട്ടുണ്ട് സാമ്പാറിനുള്ള. അത് വരട്ടെ. അപ്പൊ ഒരു പണി ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം. എല്ലാവർക്കും സംശയമുണ്ട്, ചേനയില്ലേ നമ്മൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി ഒരു ഇതുണ്ട്. എന്നാ ഉണ്ട്? തോലി ചെത്തി അടുപ്പിലിട്ട കൈ ചൊറിയത്തില്ല. അങ്ങനെയാണോ? ഒരു വിശ്വാസം. അല്ല, ചൊറിയത്തില്ല. ആണല്ലേ? ശകലം പോലും ചൊറിയത്തില്ല. അടപ്പില്ലാത്തവരെന്ത് ചെയ്യും? ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അടപ്പ് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ അരിഞ്ഞ് അടുപ്പത്ത് വെക്കണം. തിളച്ച് കഴിയുമ്പോ അപ്പൊ ഇന്ന് അവിയലി, സാമ്പാർ, രസം അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി അരിഞ്ഞെടുക്കും. പാവയ്ക്ക വറുത്തത്. പാവയ്ക്ക വറുത്തത് മീൻ വേണ്ടെന്ന്. പാവയ്ക്ക അരിഞ്ഞോണ്ടിരിക്കുക. ശരണ്യനെ സഹായിക്കുന്നു. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് അരിഞ്ഞ ഇത് കയ്യിൽ കയറിയാണ്. ഞാൻ കൂട്ടുകാരെ ഞാൻ അരിഞ്ഞത് കാണിച്ചു തരാം. ഇടക്ക് വെച്ച് നിർത്തിയത് വേറൊന്നുമല്ല. വേണ്ട, നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ശരണ്യ. ഇത് പെട്ടെന്ന് കുരുവൊക്കെ നമ്മൾ പെറുക്കി കളയണം. കുരുവൊക്കെ പെറുക്കി കളഞ്ഞു വെച്ച് കറക്റ്റ് ആ റൗണ്ടിൽ തന്നെ ഇങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സാധനത്തെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പവും ആകും. ലാസ്റ്റ് വരുമ്പോ മാത്രം ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള. അപ്പൊ മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ചുമപ്പമ്മ വെച്ച് അരിഞ്ഞാൽ മതി. അപ്പൊ ഞാനിത് മൊത്തം അരിയട്ടെ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ അവിയൽ കഷ്ണമൊക്കെ അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെയാണ് പാവക്കായ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അമ്മ അവിയൽ അടുപ്പത്ത് വെക്കാൻ പോണേ. അതെ, അതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ശരണ്യാണെങ്കിൽ ആ നേരത്ത് സാമ്പാർ കഷ്ണം അരിഞ്ഞോണ്ടിരിക്കുക. കണ്ട, മീൻ വെട്ടാനിരിക്കണ പോലെയാണ് ഇരുന്ന് സാമ്പാർ കഷ്ണം അരിഞ്ഞോണ്ടിരിക്കണം അല്ലേ ശരണ്യ? കണ്ട, അങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ നമ്മുടെ തക്കാളി വേവിക്കാൻ വെച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടി എനിക്ക് രസം ഇണക്കി തരാനായിട്ട് തക്കാളി വേവിക്കാൻ വെച്ചിരിക്കുക.
അല്ലേ സാമ്പാറിന്റെ കരിഞ്ഞ് തീർന്നില്ലേ? സാമ്പാറാണ് തീർന്നു. ആ പിന്നെ നമ്മുടെ ബീൻസ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ഞാനത് അതും കൂടെ തോരൻ വെച്ചേക്കാം. ഇതെന്നാണ് ഈ പറയണ? അപ്പൊ അവിയല്, സാമ്പാറ്, രസം, തോരൻ, പിന്നെ പാവക്ക വറുത്തത്, പിന്നെ സദ്യ. പിന്നെ സദ്യ തിന്നാൻ എനിക്കൊരു ആഗ്രഹം. ആഹാ അപ്പൊ ഞാനുണ്ട് വില വെട്ടി അങ്ങോട്ട് സദ്യ തിന്നാവെന്ന് അങ്ങോട്ട് ഓടുത്തു ആലോചിക്കുകയാണ് അങ്ങനെ അല്ലേ? ആഹാ അടിപൊളി. എല്ലാം പൊളിച്ച്. അതെ അതെ അതെ. കൂട്ടുകാരെ നമ്മുടെ അച്ഛൻ്റെ സാധനമൊക്കെ ഇട്ട് ഒരു കടയിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ആ അത് വെച്ചിട്ട് പറഞ്ഞാൽ മതി അച്ഛാ. അതെ അതെ അതെ. വഴി പൊളിച്ചിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അത് കാരണം 2 വീലറിലൊക്കെയാണ് ഇപ്പം എത്തിക്കണത്. നമുക്ക് കറക്റ്റായിട്ട് വണ്ടി കയറിയല്ല. അതെ കാണയുടെ പണി നടക്കുന്ന കാരണമാണ്. നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞതായിരുന്നു ഒരു വീഡിയോ. അതെ അതെ അതെ. അത് കാരണം ഇന്ന് അച്ഛൻ വീഡിയോയിൽ ഇന്ന് ഇവിടെ ശരണ്യ സദ്യ പോലെ ഇണക്കിയാണ്. അവിയലും സാമ്പാറും വെച്ച് തുടങ്ങിയതാണ്. ആ ശരണ്യ എന്തോ പറഞ്ഞു. ആ എന്നാ അച്ഛൻ ഒന്ന് പോയാൽ പപ്പടം മേടിക്കാം. ഒരു മറന്നില്ലെങ്കിൽ മേടിച്ചിട്ട് വരും. ഒരു 45 മിനിറ്റ് ആകുമ്പോൾ വിളിച്ചേക്കണം. കേട്ടോ. അതെ അതെ അതെ. കഴിയാവുന്നത് ഞാൻ ഇതും വരാം കേട്ടോ. ആ ഗേറ്റ് ഒന്ന് തുറന്ന് കൊടുത്താ ഞാൻ തുറന്നിട്ട് പോക്കോളാം. അല്ലെങ്കിൽ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിക്കാം. ഒന്ന് അടച്ചേക്കാം കേട്ടോ. അല്ല അങ്ങനെ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുപോയി. ഹെൽമെറ്റ് എടുത്തോ? എപ്പോഴും മറന്നു പോണ കാര്യമാണ്. അല്ലേ നമ്മൾ ഈ എപ്പോഴും വലിയ വണ്ടിയിലൊക്കെ അല്ലേ കൂടുതലും പോണേ. അതെ അതെ അതെ. അല്ലെങ്കിൽ പോകാതിരിക്കും എപ്പോഴും പോണതാണ്. അതെ. പിന്നെ ഗേറ്റ് അടച്ചോ? ഞാൻ തുറന്നിട്ടുണ്ടേ. കണ്ട അമ്മയും കൂടി ഗേറ്റ് അടക്കാനായിട്ട്. കണ്ട റോഡാണെന്ന് പറയല്ല കൂട്ടുകാരെ. കണ്ട ഗേറ്റിന്റെ വാതിക്കാൻ നോക്കിക്കാൻ മൊത്തം മണ്ണാണ്. അതാണ് കല്ലും. അതെ അപ്പം നമ്മുടെ കാണപ്പണി നടക്കുന്നത് കൊണ്ടാണ്. അപ്പം ശരി പോയിട്ട് വാ. കണ്ട കൂട്ടുകാരെ ഭയങ്കര മണ്ണാണ്. കണ്ട നമ്മുടെ കാണയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒരു വശേ വാർത്തിട്ടുള്ളൂ. അപ്പം അത് കാരണം 2 വീലർ വരെ ഓടിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓടി. ശരണ്യ നമ്മുടെ അവിയലൊക്കെ എവിടം വരെ? എന്ത് നോക്കട്ടെ. നമ്മുടെ അവിയലിനൊക്കെ കഷ്ണമൊക്കെ വെന്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി ഇത് തേങ്ങ അരച്ച് ചേർക്കണം അല്ലേ? അതേ കണ്ട നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ചത് ചേർത്ത് ഇനി ഇതൊന്ന് ഇപ്പൊ അവിയലിന് വെന്ത് ഇനി സാമ്പാറിന് വേവിക്കുക. രസത്തിൻ്റെ അത് കഷ്ണമൊക്കെ വെന്ത് കിടക്കും. തോരനും ഉണ്ട് രക്ഷയില്ല. അപ്പം അച്ഛൻ ആ സാധനം കൊടുത്തേച്ചും വന്ന നേരത്ത് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ആകും അല്ലേ? അച്ഛൻ പപ്പടം കൊണ്ടുവരുമ്പോൾ കാച്ചിയാൽ മതി. ഞാൻ എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഞാൻ എടുത്തു വെക്കാവേ. വെക്കാൻ പോവാ. ചൂടുണ്ടോ? ഈ ചൂടുണ്ട്, കുഴപ്പമില്ല. എന്നെ വിളിച്ചാ പോലെ ഞാൻ ചെയ്തത് തന്നെ. അപ്പൊ കുക്കർ അടുപ്പയിലായി. അപ്പൊ കൂട്ടുകാരെ ഞാൻ രസം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ രസത്തിനുള്ള വെളുത്തുള്ളി ചുമന്നുള്ളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പുളി വെള്ളത്തിൽ വേണം, പിന്നെ ഉണക്കമുളക് വേണം, കടുക് വേണം, ഉലുവ വേണം, കായം വേണം. അപ്പൊ എന്നാ നമുക്കത് ചെയ്തേ. ശരണ്യ അതെന്താ പിന്നെ എടുത്തത്? പിന്നെ ഞാൻ ചതച്ചല്ലയോ അരച്ചല്ല, ഞാൻ ചതച്ചെടുത്തേ കേട്ടോ. ശരണ്യ അരച്ചെന്നാണോ പറഞ്ഞത്? എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി പുളി വെള്ളത്തിട്ടാ. കണ്ട ഞാൻ ഓർമ്മിപ്പിക്കണം. അപ്പൊ കണ്ട കൂട്ടുകാരെ, അപ്പൊ തക്കാളിയൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. വാളംപുളി. അപ്പൊ ഇതൊന്ന് വെള്ളത്തിടാൻ പോയി. അപ്പൊ അങ്ങനെ നമ്മുടെ ശരണ്യ കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്ടൊക്കെ അതെന്നാണ് ശരണ്യ? ഉലുവ. അതെ അതെ. അപ്പം അങ്ങനെ ഉലുവായൊക്കെ ഇട്ട്
പിന്നെ നമ്മളുടെ മറ്റേ ചതച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടിയുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിയിലൊക്കെ എടുത്ത് വെച്ചാൽ ശരണ്യ. ആ ആയില്ല. പിന്നെ എന്നാ ഇപ്പോൾ ഉണക്കമുളക് വയ്ക്കുകയാണ്. അങ്ങനെ ഉണക്കമുളകൊക്കെ വെച്ചിരിക്കുക. നമ്മുടെ അമ്മയാണെങ്കിൽ ആ നേരത്ത് ഇതേ കണ്ട തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട തേങ്ങ ചിരണ്ട രണ്ടുപേരും പാചകത്തിലാണ്. ശരണ്യ അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കുറച്ച് ഇണക്കണുള്ളല്ലേ? അതെ. അങ്ങനെ അതേ ശരണ്യതേ മല്ലിയിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കെടുത്താം. ആ തീ കെടുത്താ അല്ലേ? ആഹാ. നീ എന്നെ മഞ്ഞപ്പൊടി ഇടാൻ പോണം ശരണ്യ. പറഞ്ഞു കൊടു കൂട്ടുകാരും. മഞ്ഞപ്പൊടി ഒരു ശകല ഇടും. ആ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി. നമ്മൾ രസപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പം അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ അമ്മയാണെങ്കിൽ അവിടെ തേങ്ങ ചിരണ്ട് ബഹളത്തോട് ബഹളമാണ് അല്ലേ? അതെ. മുളക് പൊടി അങ്ങനെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഇടാൻ പോണത്? അതെന്നാണ് നോക്കിയൊക്കെ എടുക്കണുണ്ട്. ശനിയൊക്കെ മേളിൽ തട്ടിൻ്റെ മേളിൽ വെച്ചേ എത്തിയല്ല, അതുകൊണ്ടാണ് താഴത്ത് എല്ലാം ആവശ്യത്തിന് വേണം. കായം കായവും കുരുമുളകും ആവശ്യത്തിന്. അതെ അതെ അതെ. നമുക്ക് തീ കത്തിക്കാം. ആ തീ കത്തിക്കാം. ഇനി ഇളക്കി കൊടുക്കണം അല്ലേ? ആ കത്തിയിട്ടുണ്ട്. ഈ ലൈറ്ററേ മേളിൽ തൂക്കിയിടണമെന്ന് നമ്മളോട് ഒരാൾ അഭിപ്രായം പറഞ്ഞു. കാരണം അല്ലെങ്കിൽ കേടായി പോകും. അതെ. അപ്പം അങ്ങനെ കുരുമുളക് പൊടി കൊടുക്കാൻ അമ്മ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതെന്നാണ് ശരി. ആ കൂട്ടുകാരായിട്ട് പറ. വേവിച്ച് വെച്ച അതിലാട്ട് ഇട്ടു. ആ അമ്മ കുരുമുളക് പൊടിയായിട്ടാണ് വെക്കണത്. അമ്മ കുരുമുളക് പൊടി കൂടി ഇടിയും. അങ്ങനെ കുരുമുളക് പൊടി ഇട്ട് ആ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ്. നമ്മുടെ നല്ലൊരു രസത്തിൻ്റെ സ്മെല്ലൊക്കെ ഇപ്പം തന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ട ആ പുളിവെള്ളമൊക്കെ ഒഴിക്കാൻ പോവാണ്. മല്ലിയിലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ? അപ്പം ഇനി ഇതിന്ന് തിളക്കണം അല്ലേ? ആ അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ രസം ഏകദേശമൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് ഇരുന്ന് കണ്ട അടിപൊളി രസം അല്ലേ? അപ്പം ഇതൊന്ന് റെഡിയാകട്ടെ അല്ലേ? അല്ലേ ശരണ്യ? റെഡിയാകട്ടെ. തീ കൂട്ടി വെച്ചാ? ആ അപ്പം റെഡിയായിട്ട് അപ്പം അടുത്ത വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമുക്ക് അടുത്ത എന്താണ് ഐറ്റം? ആ ശരി ശരി. നമ്മുടെ രസം എവിടം വരെ തിളച്ചാ? ആഹാ അടിപൊളി രസാണല്ലോ. പേശക രസമുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇനി അത് പകർത്തണം. ആ ശരി ശരി. അപ്പൊ അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ടല്ലേ? അപ്പൊ ഇനി രസം പകർത്തിയാ മതി അല്ലേ? ഇതെന്താണ് തലയിലിരിക്കണ ഒരു നീല കളർ കണ്ടത്? കാണിച്ചേ. ആഹാ. ആ എന്നാ രസം നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ കേട്ടാ. ആ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേ. രണ്യ എവിടം വരെ നമ്മുടെ പിന്നെ ആണോ? ആ അപ്പൊ നമ്മുടെ പാവക്ക അപ്പൊ പറഞ്ഞില്ലല്ലേ ആ ഇത് എന്തൊക്കെ ചേർത്തെന്ന് പറഞ്ഞോ കൂട്ടുകാർ? മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മഞ്ഞപ്പൊടിയും കൂടി തിരുമി മുളക് പൊടി ഇട്ട് എടുക്കും. ആ കണ്ടതെ ഇങ്ങനെയാണ് കൂട്ടുകാരെ. കണ്ടതെ ഇങ്ങനെ തിരുമിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതെ അതെ അതെ
അപ്പൊ വറുത്തെടുക്ക് കേട്ടാ. ഞാൻ വറുത്തെടുക്കാം. ആ ശരി ശരി. ശരണ്യ, എന്തോ നമ്മുടെ അവിയലിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിയലിനെ ഇളക്കിക്കൊണ്ട് തേങ്ങയൊക്കെ ഇട്ടല്ലേ പറഞ്ഞേരും കൂട്ടുകാരോട് പറ. കൂട്ടുകാരെ ഞാൻ തേങ്ങയും ജീരകവും ചുമന്നുള്ളി 2 കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ അവിയൽ വെക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ പുളിക്ക് ഇച്ചിരി പുളി വേണമല്ലോ. ചിലരോട് തൈര് ഒഴിക്കും, ഞാൻ ഒഴിക്കുന്നത് പുളിയാ. അപ്പൊ നമുക്ക് പുളിയിൽ ഒഴിക്കാം. ഒഴിച്ച് ഇളക്കാം. അങ്ങനെ പുളി ഒഴിക്കുകയാണ്. ശക്കല്ല പുളി ഒഴിക്കാവുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? അപ്പൊ ഇതൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കട്ടെ അല്ലേ? ഞാൻ ഇളക്കി മൊത്തം യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ട് ഇട്ടില്ല. എന്നാണ് ഞാൻ ശകല മുളക് പൊടി ഇട്ട് അരച്ചില്ല. ആണല്ലേ? ഒരു പൊടിക്ക് മുളക് പൊടി ചേർക്കും അല്ലേ? എന്നാലേ അതിനൊരു ചെറിയൊരു കളറ് വ്യത്യാസം അറിയത്തുള്ളൂ. അത് അരക്കുമ്പോ തന്നെ ചെയ്യേണ്ടതാ. അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി എടുക്കണം അല്ലേ? ഇളക്കിയിട്ടൊക്കെ കാണിച്ചു തരാം അല്ലേ? എന്റെ കൂട്ടുകാരെ, നമുക്ക് അവിയലിന് വെളിച്ചെണ്ണ ചേർക്കാൻ വെള്ള പരിപാടി നടക്കുവോ? ഇല്ല. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ശരണ്യ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് പറ്റണം അല്ലേ? ഒന്ന് ഇതാകണം അല്ലേ? സെറ്റ് ആകണം. ഇതിന്റെ മുകളിൽ കുറച്ച് കരിവേപ്പ് നമ്മൾ ഇടണം. വെളിച്ചെണ്ണയും കരിവേപ്പും ഒക്കെ ചെയ്യുമ്പോഴാണ് അവിയലിൻ്റെ അതെ ആ സ്മെല്ലൊക്കെ അടിക്കുന്നത്. അപ്പൊ കണ്ട കൂട്ടുകാരെ, ഇപ്പൊ തന്നെ കാണാൻ നല്ല ഒരു ഇത് കാണുമ്പോ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിക്കുന്നില്ലേ? എല്ലാരും പോരെ എന്റെ അവിയലും ചോറും എല്ലാം കൂട്ടി നമുക്ക് സദ്യ തന്നെ തിന്നാൻ കൂട്ടുകാരെ. അതെ അതെ അതെ. അങ്ങനെ ശരണ്യ അതെ വേപ്പിലയൊക്കെ ഇട്ടുണ്ടിരിക്കുക. വേപ്പില അടത്തിയില്ലേ? അതെ നമ്മുടെ അമ്മയും കൂടി വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ അമ്മ, നമ്മുടെ അവിയൽ അങ്ങനെ നല്ല അവിയൽ പരുവത്തിൽ തന്നെയായി. അതെ. അങ്ങനെ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. അപ്പൊ ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത എന്താണ്? ശരി ശരി ശരി. ശരണ്യ, എവിടം വരെ? ഞാൻ കണ്ട് അതെന്തടിക്കാണ്. ഞാനേ ചെറിയ അവിയല് വെച്ചാൽ കണ്ടപ്പോ എനിക്ക് കഞ്ഞി കുടിക്കണമെന്ന് തോന്നി. അതന്നല്ലേ ആ മരുന്ന് കഴിച്ചിട്ടേ എനിക്ക് ആഹാരം കഴിച്ചു. അതെ അതെ, ഷുഗറിന്റെ മരുന്ന് കഴിച്ചെന്നാ വിശക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്ത് അവിയൽ വെച്ചാൽ സൂപ്പർ അവിയല് കണ്ടാ? അതെ അമ്മ അതെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് മറ്റേ ഈ ഉണക്കലരിയുടെ കഞ്ഞിയാണ്, സാധാ അരി അല്ല കേട്ടാ. പായസം വെക്കാൻ ഉപയോഗിക്കുന്ന കഞ്ഞി. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വെച്ച. എന്നിട്ട് അവിയലും രസം എടുത്താ? ഇച്ചിരി രസം എടുത്ത് ഇച്ചിരി അവിയലും എടുത്ത്. അടിപൊളിയാണ്, രണ്ടും അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ. ശരണ്യൊക്കെ ചെയ്ത് കുടിക്കാൻ മേല? ഞാൻ എനിക്കെടുത്ത് തരും. ശരണ്യ കഴിക്കാനോ? ഏത്തപ്പഴം മറ്റേ പഴം പുഴുങ്ങിയതല്ലേ? ഏത്തപ്പഴം പുഴുങ്ങിയത്. അപ്പൊ ശരണ്യ എന്തടിക്കാണ് ഈ നേരത്ത്? തോരൻ വെക്കാൻ പോണു. ശരി ശരി. അതെ അതെ അതെ. ശരണ്യ, എവിടം വരെ? രണ്ടടപ്പയിലാണല്ലോ പരിപാടി. നമ്മുടെ സാമ്പാർ അല്ലേ? അടിപൊളി സാമ്പാർ. പിന്നെ അതന്നെ തോരൻ വെക്കാൻ പോണല്ലേ? നീ സാമ്പാറിന്റെ ഇനി എന്താ പരിപാടി? ശരി ശരി. അപ്പൊ അങ്ങനെ തോരനുള്ള തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ അല്ലേ? ശരണ്യ കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലോ. വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. സാമ്പാറിന് കടുക് ചേർക്കണം. അതിന് പാത്രം കഴുകി എടുക്കണം. കടുക് പൊട്ടിച്ച് ചേർക്കണം. ശരി ശരി.
നമ്മുടെ കറികളെല്ലാം റെഡിയായി അല്ലേ? ദേ നമ്മുടെ അമ്മയും വന്ന്. യാ. കാണിക്കുക തന്നെയല്ല, കൂട്ടുകാർ പറയാറുണ്ട് ഭക്ഷണം കഴിച്ച് കാണിക്കണം. കാണിക്കും. വാ, നമ്മുടെ സാമ്പാറ്, അവിയല്, രസം, നമ്മുടെ രസം, പാവയ്ക്ക മെഴുക്കുവരട്ടി, പാവയ്ക്ക വറുത്തത്, പിന്നെ നമ്മുടെ തോരൻ, പിന്നെ പപ്പടം, നമ്മുടെ പപ്പടം, പിന്നെ നമ്മുടെ ഉപ്പിലിട്ട കാന്താരി. ആഹാ, ഈ ഉപ്പിലിട്ട കാന്താരി മതി അങ്ങോട്ട് ചോറ് തിന്നെ. പിന്നെ അച്ചാറ്, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ്, ചമ്മന്തിപ്പൊടി. ആഹാ, ഇന്ന് സദ്യയുടെ എല്ലാം തന്നെയുണ്ട്. സദ്യ തന്നെ. എന്നാ എത്രയും വേഗം ചോറ് വിളമ്പിക്കോ, എനിക്ക് വിശപ്പ് തുടങ്ങി. അപ്പൊ നമുക്ക് കഴിച്ചേക്കാം. അപ്പൊ എല്ലാരും പോര്. അതെ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരും പോയി നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചേക്കാം. അതെ, അച്ഛനും കൂടി എടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുക. ഇതെന്താണ് ഓണം വന്ന? അതെ, എന്നാ വേഗം വിളമ്പിക്കോ. ഇതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കൂട്ടുകാരെ. എന്നാ വേഗം വിളമ്പിയിട്ട് കാണിക്കാം. ശരണ്യൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കണ്ട പാചകക്കാരത്തി ആദ്യം ഇരുന്ന്. അതാണ് ഇനി അച്ഛൻ വിളമ്പി തരും അല്ലേ? ആഹാ, അതെ അതെ. അപ്പൊ വെട്ടുവലത്ത്. അതെ അതെ. എന്ത് പറയാനോ, ഇതെന്താണ് ഓണസദ്യയോ? എനിക്ക് തന്നെ അതിശയം വരുന്നു. അമ്മ അടുക്കളന്ന് പോരാറായില്ലേ? അമ്മതേ സാമ്പാറൊക്കെ ആയിട്ട് വന്ന് കണ്ട. ശരണ്യനെയാണ് ആദ്യം ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ്. അതേ കണ്ട. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനിരിക്കുകയാണ്. ഇത് കണ്ട, സദ്യ പോലെ തന്നെ എല്ലാ ഐറ്റവും വെച്ചിട്ടുണ്ട് അല്ലേ? കണ്ട, എല്ലാ ഐറ്റത്തോടു കൂടിയാണ് കണ്ടത്. ഓണസദ്യ നടത്തണേന് തുല്യമായിട്ട് ഇന്ന് ഒരു സദ്യ. അതെ, ശരണ്യാണിത്. അപ്പൊ ശരിയാണ്, അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കഴിക്കാൻ പോവാം. അപ്പൊ നിങ്ങളെ ഞാൻ കഴിച്ച് കാണിക്കാം. ആദ്യം നമ്മൾ തുള്ളി രസം ഒഴിക്കും, പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ നമ്മുടെ അച്ചാറ്, അവിയല്, പാവയ്ക്ക, പിന്നെ നമ്മുടെ നാരങ്ങ, തോരൻ, പച്ചമുളക്. എന്താണ് തിരയുന്നത്? അപ്പുറത്തെ കാന്താരി എടുത്തു. കാന്താരി. അപ്പൊ കാന്താരി പൊട്ടിച്ചൊച്ചേക്ക. അതിങ്ങനെ നേരിടണം. സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതെ അതെ, നല്ലതായിട്ട് നേരുതി. സൂപ്പർ. സ്വന്തമായിട്ട് ഇണക്കി സ്വന്തമായി രുചിച്ച് നോക്കി സൂപ്പർ എന്ന് പറയുന്ന ഒരേ ഒരു വനിത, അത് ശരണ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. കാരണം സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും 4 പേരും കൂടി അല്ലേ ഒന്നിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഇത്. അതുപോലെ നിങ്ങളും വീട്ടിൽ എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഇപ്പം എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പോൾ ദൂരെ ജോലിക്ക് പോകുന്നവരുണ്ട്. പക്ഷെ കിട്ടുന്ന സമയം ഇതുപോലെയൊക്കെ പാഴാക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.